So today's class is about Entamoeba histolytica. Okay, ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. Can come as a 5-mark question. So tell me guys, Entamoeba histolytica എന്താണ്? What is it? Is it a bacteria, fungi, parasite? എന്താണ് സംഭവം? Very good. Okay, so it comes under the classification of amoeba. Alright, so basically you can say it is a parasite. Okay, parasitology lana you study about Entamoeba histolytica. Now amoeba kore classifications undu, but just remember, now this Entamoeba histolytica എവിടെയാണ് നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്, ഏത് പാർട്ടിലാണ് പറയൂ. വെരി ഗുഡ്. ഓക്കെ, ദിസ് ഇൻഫെക്ട്സ് ദ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഇൻറ്റസ്റ്റൈനിലാണ് Entamoeba histolytica ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ പാരാസൈറ്റോളജി മോസ്റ്റ്ലി നിങ്ങൾക്ക് 2 ഫോംസ് ആയിരിക്കും കാണാൻ കഴിയുക. ഒന്ന് ട്രോഫോസോയിറ്റ് ഫോമും മറ്റേത് സിസ്റ്റ് ഫോമും. ഓക്കെ, അഗൈൻ ഇൻ പാരാസൈറ്റോളജി ത്രൂ ഔട്ട് മോസ്റ്റ്ലി ഏത് പാരാസൈറ്റിനെ എടുത്താലും മോസ്റ്റ്ലി 2 ഫോംസ് ആയിരിക്കും അതിനുള്ളത്. ഒന്ന് ട്രോഫോസോയിറ്റ് ഫോമും മറ്റേത് ഏതാടാ സിസ്റ്റ് ഫോമും. ഓക്കെ, സോ വേറെ ഫോംസ് ഉള്ള പാരാസൈറ്റ്സ് ഉണ്ട്, ഞാൻ അത് പഠിപ്പിക്കുമ്പോൾ ഇത് പറഞ്ഞുതരാം. ബട്ട് ഇൻ ജനറൽ നിങ്ങൾ ഇത് ഓർത്തിരിക്കുക. ഓക്കെ, നൗ ഇൻ Entamoeba histolytica the infective person, okay, infective ഫോം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? യെസ്, ഇറ്റ് ഈസ് സിസ്റ്റ് ഫോം. ഓക്കെ, ഈ സിസ്റ്റ് നമ്മുടെ ബോഡിയിൽ ചെല്ലുമ്പോഴാണ് Entamoeba histolytica ബേസിക്കലി ഇൻഫെക്റ്റീവ് ആവുക. ഓക്കെ ഓക്കെ, നൗ one-liners ചോദിക്കാം. ഓക്കെ, വി ലേൺ ഇറ്റ് ആസ് one-liners. സോ ഈ പാരാസൈറ്റോളജി one-liners ആയിട്ട് പഠിച്ചാൽ ഭയങ്കര ഈസിയാണ്. ഓക്കെ, സോ ടെൽ മീ Entamoeba histolyticയുടെ ഹോസ്റ്റ് ആരാണ് എന്ന് വെച്ചാൽ ആരെയാണ് ഇൻഫെക്റ്റ് ചെയ്യുക? ഡെഫിനറ്റ്ലി ഹോസ്റ്റ് ഹ്യൂമൻസ് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുന്നത്. ഓക്കെ, സോ ഹ്യൂമൻസ് ആണ് ഹോസ്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്താണ്? വാട്ട് ഈസ് ദ വൺ സെക്കൻഡ് ഗൈസ്, വാട്ട് ഈസ് ദ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മനുഷ്യൻ ഇതിൻ്റെ എത്ര സിസ്റ്റ് കഴിച്ചാലാണ് അയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുക? ബേസിക്കലി ലെസ് ദാൻ 100 സിസ്റ്റ് അയാളുടെ ശരീരത്തിൽ പോയാൽ അയാൾ ഇൻഫെക്റ്റീവ് ആവും. ഓക്കെ, ഇൻഫെക്ഷൻ അയാൾക്ക് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഹൗ ഇസ് ഇറ്റ് ട്രാൻസ്മിറ്റഡ്? എങ്ങനെയാണ് ഒരാൾക്ക് Entamoeba histolytica സ്പ്രെഡ് ആവുന്നത്, ഒരാൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ടെൽ മീ ഗൈസ്, ഹൗ ഇസ് ഇറ്റ്? വെരി ഗുഡ്. ഓക്കെ, ദാറ്റ് ഈസ് ബൈ വെരി ഗുഡ് ഫീക്കോ ഓറൽ റൂട്ട്. ഓക്കെ, ഫീക്കോ ഓറൽ റൂട്ട്. ഓക്കെ, നെക്സ്റ്റ് അബൌട്ട് ദ ലൈഫ് സൈക്കിൾ. ഇൻ പാരാസൈറ്റോളജി നിങ്ങൾക്ക് ലൈഫ് സൈക്കിൾ പഠിക്കണം. ഓക്കെ, ഓൾവേസ് മേക്ക് ഇറ്റ് സിമ്പിൾ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ലെങ്കിൽ മിസ് എപ്പോഴും ഓൾവേസ് നോട്ട്സ് ഷോർട്ട് ആക്കാനും ഒക്കെ സിമ്പിൾ ആക്കാനും നോക്കാറുണ്ട്. സോ ബേസിക്കലി നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ വേണമെങ്കിൽ ഇത്ര എഴുതിയാൽ പോരാ. ബട്ട് മിസ് എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ളത് പോലെ മിസ് ടാർഗറ്റ് ചെയ്യുന്നത് ആവറേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള പിള്ളേരെയാണ് മിസ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം എൻ്റെ നോട്ട്സും ഭയങ്കര സിമ്പിളായിരിക്കും. ഓക്കെ മക്കളെ, സോ നമുക്ക് എല്ലാ പാരാസൈറ്റോളജി ടോപ്പിക്സിലും നിങ്ങൾക്ക് ഇതേപോലെ ലൈഫ് സൈക്കിൾ പഠിക്കണം. ഓക്കെ, അതിനകത്ത് ഈ മൊത്തം ലൈഫ് സൈക്കിൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും മിസ് പറയുന്ന പോയിൻറ്റ്സ് എഴുതിയെടുക്കുക. ഓക്കെ, ഫസ്റ്റ് തിങ് ബിഫോർ ഗോയിങ് ഓൺ ടു ദിസ്, റിമെമ്പർ Entamoeba histolyticനകത്ത് ആ സിസ്റ്റ് ഫോം ഇല്ലേടാ, സിസ്റ്റ് ഫോം ഒരു പ്രത്യേക തരമാണ്. ഓക്കെ, സിസ്റ്റിനകത്ത് 4 ന്യൂക്ലിയസ് ഉണ്ട്. എത്ര ന്യൂക്ലിയസ് ഉണ്ട്? വെരി ഗുഡ്, 4 ന്യൂക്ലിയസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേരാണ് ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് സിസ്റ്റ്. എന്താ മോനെ? ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് സിസ്റ്റ്. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം 1 പോയിൻറ്റ്, Entamoeba histolyticയുടെ സിസ്റ്റ് എന്താണ്? ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് ആണെന്ന് വെച്ചാൽ 4 ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, സോ ജസ്റ്റ് സീ ദിസ് ലൈഫ് സൈക്കിൾ. ഓക്കെ, നിങ്ങൾ യൂഷ്വലി ലൈഫ് സൈക്കിൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മെയിൻ എക്സാംസിന് ചോദിക്കത്തില്ല, നിങ്ങളോട് എഴുതാനാണ് പറയുക. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചിലപ്പോൾ ഇങ്ങനത്തെ ലൈഫ് സൈക്കിൾ എന്നിട്ട് എന്താണ്, ഏത് പാരസൈറ്റാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ബേസിക്കലി നിങ്ങൾ ഹോസ്റ്റ് ആരാന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ഹ്യൂമൻ ആണ്. ആൻഡ് ദെൻ സി, ഇവിടെ യൂഷ്വലി അവർ തരും ക്വാഡ്രി ന്യൂക്ലിയേറ്റഡ് സിസ്റ്റ്. ഓക്കെ, ആ സിസ്റ്റ് ഒരാളുടെ വായിൽ പോയി എന്ന് ഒരു ഹിൻഡ് തരും. അപ്പോൾ നിങ്ങൾ ഏത് ഓർഗാനിസമാണ് ഓർക്കേണ്ടത്? Entamoeba histolytica. ഓക്കെ, നൗ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ സിസ്റ്റ് ഉണ്ടല്ലോടാ, ഓക്കെ, ഈ സിസ്റ്റ് ഇറ്റ് എൻറ്റേഴ്സ് എ ഹ്യൂമൻ ബോഡി വയ ഫീക്കോ ഓറൽ റൂട്ട്. ഓക്കെ, സോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഈ സിസ്റ്റ് ഉണ്ടെങ്കിൽ ബേസിക്കലി ലെസ് ദാൻ 100 സിസ്റ്റ് മതി. അത് ഉണ്ടെങ്കിൽ
ബോഡീനെ അത് ബോഡിക്ക് അത് ഇൻഫെക്റ്റീവ് ഡോസാണ്. ഓക്കെ, നൗ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ സിസ്റ്റ് ബോഡിയിൽ ചെന്നതിന് ശേഷം, വേറൊരു കളർ എടുക്കട്ടെ, ഈ സിസ്റ്റ് ബോഡിനകത്ത് ചെന്നതിന് ശേഷം വാട്ട് ഹാപ്പൻസ് ഇസ് സിസ്റ്റ് എവിടെ ചെല്ലുമെന്ന് അറിയാടാ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ചെല്ലും. എവിടെ ചെല്ലും? സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഈ ഭാഗത്ത് ചെല്ലും. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ചെന്നിട്ട് ഒരു പ്രോസസ്സ് അണ്ടർഗോ ചെയ്യും. ഓക്കെ, വിച്ച് ഈസ് കോൾഡ് ആസ് എക്സിസ്റ്റേഷൻ. എന്താ മോനെ? എക്സിസ്റ്റേഷൻ. അതിൻ്റെ അർത്ഥം എന്താടാ? ഓക്കെ, എക്സിസ്റ്റേഷൻ്റെ അർത്ഥം ഇപ്പം സിസ്റ്റ് അകത്തേക്ക് കയറിയല്ലോ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിയിട്ട് ഈ സിസ്റ്റ് ഉണ്ടല്ലോടാ ഏത് ഫോമായിട്ട് മാറുമെന്നറിയോ? ട്രോഫോസോയിറ്റ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? അതിൻ്റെ ട്രോഫോസോയിറ്റ് ഫോമായിട്ട് മാറും. സോ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എക്സിസ്റ്റേഷൻ. ഇതെവിടെയാണ് നടക്കുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സോ വൺ സിസ്റ്റ്, ഓക്കെ, എക്സിസ്റ്റേഷനിൽ കൂടെ 8 ട്രോഫോസൈറ്റ്സിന് എക്സിസ്റ്റേഷനിൽ കൂടെ 8 ട്രോഫോസൈറ്റ്സ് ഉണ്ടാവും. ഓക്കെ, സോ വൺ സിസ്റ്റ് ഗിവ്സ് റൈസ് ടു 8 ട്രോഫോസൈറ്റ്സ്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, നൗ ഓക്കെ, വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? യു നോ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് എവിടെ പോകും? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. ഈ ട്രോഫോസൈറ്റ്സ് എല്ലാം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഇതറിയാലോ, ഇതാണ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ഇവിടേക്ക് പോകും. ഇവിടെ പോയിട്ട് എന്ത് സംഭവിക്കുന്നറിയോ? ഈ ട്രോഫോസോയിഡ്സ് എല്ലാം, ഓക്കെ, ട്രോഫോസോയിഡ്സ് എല്ലാം എന്തായിട്ട് മാറും? സിസ്റ്റ് ഫോമായിട്ട് മാറും. ഓക്കെ, സോ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? എൻസിസ്റ്റേഷൻ. എന്താ മോനെ? എൻസിസ്റ്റേഷൻ. ഓക്കെ, ആൻഡ് ഫൈനലി വാട്ട് ഹാപ്പൻസ്? നോ, സ്റ്റൂളിൽ, ഓക്കെ, സ്റ്റൂളിൽ കൂടെ അല്ലെങ്കിൽ ഫീസസിൽ കൂടെ ബോത്ത് ദ ട്രോഫോസോയിഡ്സ് ആൻഡ് ദ സിസ്റ്റ് ആർ പാസ്ഡ്. ഓക്കെ, ട്രോഫോസോയിഡ് ഫോമും സിസ്റ്റിക് ഫോമും ദേ ആർ പാസ്ഡ് ഔട്ട് ഇൻ ദ സ്റ്റൂൾ. ഓക്കെ, ഫീസസിൽ കൂടെ ഇത് പുറത്തേക്ക് വരും. അപ്പോൾ ഒരു മൈക്രോബയോളജിസ്റ്റ് സ്റ്റൂൾ, ഇങ്ങനത്തെ പേഷ്യൻ്റ് സ്റ്റൂൾ എക്സാമിൻ ചെയ്യുമ്പം നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ആ ട്രോഫോസോയിഡ് ഫോമും കാണാൻ പറ്റും, സിസ്റ്റിക് ഫോമും കാണാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇൻ ദി എൻവയോൺമെൻറ്റ്, ഇപ്പോൾ ഇങ്ങനത്തെ ഒരാൾ പുറത്ത് ഡെഫിക്കേറ്റ് ചെയ്യാമെന്ന് വെച്ചോ. ഓക്കെ, പുറത്ത് സ്റ്റൂൾ പാസ് ചെയ്യാമെന്ന് വെച്ചോ. ആൻഡ് ഹി ഡിഡ്ന്റ് പ്രോപ്പർലി വാഷ് ഹിസ് ഹാൻഡ് ശരിക്കും വാഷ് ചെയ്തില്ല. അപ്പോൾ എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ആ സ്റ്റൂളിൽ നിന്ന് എൻവയോൺമെൻറ്റിലേക്ക് എന്തൊക്കെ പോകും? ട്രോഫോസൈറ്റ് ഫോം പോവും, സിസ്റ്റ് ഫോമും പോവും, എൻവയോൺമെൻറ്റിൽ ഉണ്ടാവും. ഓക്കെ, ആൻഡ് റിമെമ്പർ സിസ്റ്റ് ഫോം വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, ട്രോഫോസോയിഡ് ഫോം അങ്ങനെ എൻവയോൺമെൻറ്റിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷേ സിസ്റ്റ് ഫോം വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഈ സിസ്റ്റ് ഫോം എന്ത് ചെയ്യും? ഈ സിസ്റ്റ് ഫോമാണ് പിന്നെയും മനുഷ്യരെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. കേട്ടോ, ഈ സിസ്റ്റ് ഫോമാണ് പിന്നെയും മനുഷ്യരെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ഏത് രീതിയിൽ? ഫീക്കോ ഓറൽ വഴി പിന്നെയും ആൾക്കാരെ ഇൻഫെക്റ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ലൈഫ് സൈക്കിൾ ഇൻ സിമ്പിൾ വേ. ഓക്കെ ഗൈസ്, നൗ ദിസ് എൻടമീബ ഹിസ്റ്റോലിറ്റിക്ക നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ ഓർഗൻസിനെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുക? ഒന്ന്, ഇറ്റ് എഫക്ട്സ് ദ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ഇറ്റ് എഫക്ട്സ് ദ ഇൻറ്റസ്റ്റൈൻ. ഇൻറ്റസ്റ്റൈനിൽ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആളുടെ സിംറ്റം എന്തായിരിക്കും എടാ? ഹീ ഗെറ്റ്സ് ഡയറിയ. കേട്ടോ, ഹീ ഗെറ്റ്സ് ഡയറിയ. അപ്പം ഈ ഡയറിയയ്ക്ക് ഒരു പ്രത്യേക പേരുണ്ട്. വി കോൾ ഇറ്റ് ആസ് ട്രാവലേഴ്സ് ഡയറിയ. കേട്ടോ, ട്രാവലേഴ്സ് ഡയറിയ. സോ ഇത് യൂഷ്വലി ഇൻറ്റസ്റ്റൈനെ എഫക്റ്റ് ചെയ്യാറുണ്ട് ആൻഡ് ഇറ്റ് കോസസ് ഡയറിയ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇസ് എൻടമീബ ഹിസ്റ്റോലിറ്റിക്ക വേറൊരു ഓർഗനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അതെവിടെയാടാ? ദാറ്റ് ഈസ് ലിവർ. ഓക്കെ എടാ, എൻടമീബ ഹിസ്റ്റോലിറ്റിക്ക ഇൻറ്റസ്റ്റൈനെ എഫക്റ്റ് ചെയ്താൽ പാത്തോളജിയിൽ നിങ്ങൾക്കൊരു പ്രത്യേക അപ്പിയറൻസ് കിട്ടും. ഓക്കെ, വാട്ട് ഈസ് ദിസ് അപ്പിയറൻസ് കോൾഡ് ആസ്? വെരി ഗുഡ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഫ്ലാസ്ക് ഷേപ്ഡ് അൾസർ. എന്താ മോനെ? ഫ്ലാസ്ക് ഷേപ്ഡ് അൾസർ. സോ ദിസ് പിക്ചർ നിങ്ങൾക്ക് സ്പോട്ടേഴ്സ് ആയിട്ട് വെക്കും. കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ഒരു പിക്ചർ, ഇതൊരു ഫ്ലാസ്ക് പോലല്ലേ കാണാൻ? നിങ്ങൾ നോക്കിക്കേ. സോ ഇത് എന്തിൻ്റെ ഏത് ഓർഗാനിസം ആണെന്ന് ചോദിക്കും. യു മസ്റ്റ് സേ ഇറ്റ് ഈസ് എൻടമീബ ഹിസ്റ്റോലിറ്റിക്ക. ഓക്കെ, Now, what are the clinical features? Okay, so ഇങ്ങനത്തെ ഒരു പേഷ്യൻറ്റിന് എന്ത് കംപ്ലൈൻ്റ് ആയിട്ടായിരിക്കും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലാം? മോസ്റ്റ്ലി ഓക്കെ അബൌട്ട് 60% ഓഫ് ദ കേസസ് സിംറ്റമാറ്റിക് ആണ്. അവർക്കൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. ഇനി അഥവാ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ഓർഗാനിസം എവിടെയാണ് ചെല്ലുക? സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലേ? ഇവിടെയൊക്കെയാണ് മോസ്റ്റ്ലി ഇൻഫെക്ഷൻ ഉണ്ടാക്കുക. സോ കോളൈറ്റിസ് ഉണ്ടാക്കാം. കോളൈറ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ കോലൻ അല്ലേ? സോ ഇറ്റ്സ് കോൾഡ് ആസ് അമീബിക് കോളൈറ്റിസ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ കം വിത്ത് ബ്ലഡി ഡയറിയ. ഓക്കെ, ബ്ലഡി ഡയറിയ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾറൈറ്റ്, നെക്സ്റ്റ്. ഓക്കെ, നോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങളുടെ ടീച്ചർ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ ഫീച്ചർ? എന്താടാ മോസ്റ്റ് കോമൺ എക്സ്ട്രാ? ഞാൻ പറഞ്ഞു ഇത് യൂഷ്വലി ഇൻറ്റസ്റ്റൈനെയാണ് ഈ ഓർഗാനിസം എഫക്റ്റ് ചെയ്യാമെന്ന് മിസ് പറഞ്ഞു. ഓക്കെ, വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ ഫീച്ചർ? ഏത് ഇൻറ്റസ്റ്റൈൻ അല്ലാതെ വേറെ ഏത് ഓർഗനെയാണ് ഇത് ഇൻഫെക്റ്റ് ചെയ്യുക? ഞാൻ പറഞ്ഞു അത് ലിവറിനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുക, നേരത്തെ പറഞ്ഞാണ് അല്ലേ?
അപ്പോൾ ലിവറിനെ ഇൻഫെക്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരാണ് അമീബിക് ലിവർ ആപ്സിസ്. ഒരു ആപ്സിസ് ഉണ്ടാക്കും കേട്ടോ ഈ ഓർഗാനിസം. ഓക്കെ, അപ്പോൾ ഈ ആപ്സിസിൽ നിന്ന് നമ്മൾ ഫ്ലൂയിഡ് എടുത്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലൂയിഡ് കിട്ടും. ഓക്കെ, ഒരു ബ്രൗൺ കളേർഡ് ഫ്ലൂയിഡ്. അപ്പം ഗ്രോസ്ലി നിങ്ങൾ എന്താണ് ആ ഫ്ലൂയിഡിനെ വിളിക്കുക? വി കോൾ ഇറ്റ് ആസ്, അതിനൊരു സ്പെസിഫിക് പേരുണ്ട്, ആങ്കോവി സോസ് അപ്പിയറൻസ് എന്ന് പറയും. ഓക്കെ, ഇതാണ് ആങ്കോവി സോസ്. ഓക്കെ, ദിസ് ഈസ് എ ആങ്കോവി സോസ്. സോ ഈ സോസിനെ പോലല്ലേ കാണാൻ, അല്ലേ? സോ അതുകൊണ്ടാണ് ഈ ലിവറിൽ നിന്ന് നമ്മൾ ആസ്പിറേറ്റ് ചെയ്തെടുത്ത ഫ്ലൂയിഡാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ നോക്കിയാൽ രണ്ടും ഏകദേശം ഒരേപോലെയല്ലേ കാണാൻ. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ആങ്കോവി സോസ് അപ്പിയറൻസ്. ആങ്കോവി സോസ് അപ്പിയറൻസ് എവിടെയാടാ കാണുക? വി സീ ഇറ്റ് ഇൻ അമീബിക് ലിവർ ആപ്സിസ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ഗൈസ്. ഡയഗ്നോസിസ് എങ്ങനെയാണ്? അപ്പോൾ ഒരാൾക്ക് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്യും? ഓക്കെ ഗൈസ്, ഡയഗ്നോസിസ് ഇസ് ബൈ സ്റ്റൂൾ സാമ്പിൾ. എന്താ മോനെ? ഡയഗ്നോസിസ് നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ സ്റ്റൂൾ സാമ്പിൾ എടുക്കും കേട്ടോ. അപ്പം ബേസിക്കലി നമ്മൾ ഒരു സാമ്പിൾ മാത്രം എടുത്താൽ പോരാ. അപ്പം ഫസ്റ്റ് ഡേ എടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ഫൈൻഡിങ്ങും കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ഡേ എടുക്കുക. അതും കിട്ടിയില്ലെങ്കിൽ തേർഡ് ഡേ എടുക്കുക. ഓക്കെ, സോ നമ്മൾ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഡേ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴും സ്റ്റൂളിൽ ഈ ഓർഗാനിസത്തിൻ്റെ ട്രോഫോസോയിഡ് ഫോം അല്ലെങ്കിൽ സിസ്റ്റ് ഫോം ഷെഡ് ആവത്തില്ല. ഇടയ്ക്കിടയ്ക്ക് സ്റ്റൂളിൽ അത് ഷെഡ് ആവത്തുള്ളൂ, പുറത്തേക്ക് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു വട്ടം എടുത്തിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല പേഷ്യൻറ്റിന്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡേ എടുക്കണം. ഓക്കെ, ഒന്നും കണ്ടില്ലെങ്കിൽ, ഓക്കെ നിങ്ങൾ ഫസ്റ്റ് ഡേ ട്രോഫോസോയിഡ് സിസ്റ്റോ കണ്ടാൽ ഓക്കെ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക ആണെന്ന് കേട്ടോ. ഇനി ഒരു ഫൈൻഡിങ്ങും ഇല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഡേ എടുക്കണം. ഓക്കെ, അപ്പോഴും ഒരു ഫൈൻഡിങ് ഇല്ലെങ്കിൽ തേർഡ് ഡേ എടുക്കണം. സോ മിനിമം ത്രീ സ്റ്റൂൾ സാമ്പിൾസ് എടുക്കണം. ഓൾറൈറ്റ്, നാ ഈ സ്റ്റൂൾ സാമ്പിളിൽ നിങ്ങൾ ഒന്നുകിൽ ട്രോഫോസോയിഡിനെ കാണാം അല്ലെങ്കിൽ സിസ്റ്റിനെ കാണാം. ഓക്കെ, നാ ട്രോഫോസോയിഡിനെ കാണുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാടാ? ട്രോഫോസോയിഡിനെ കാണുവാണെങ്കിൽ ബേസിക്കലി ഇത് മൈക്രോസ്കോപ്പിൽ കൂടെ നമ്മൾ നോക്കണം കേട്ടോ. സ്റ്റൂൾ സാമ്പിൾ എടുത്തിട്ട് വി ഹാവ് ടു സീ ഇറ്റ് അണ്ടർ മൈക്രോസ്കോപ്പ്. ഓക്കെ, ഈ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾ ട്രോഫോസോയിഡിനെ കാണുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം പേഷ്യൻറ്റിന് ആക്റ്റീവ് ഡിസീസ് ഉണ്ട്. എന്താണ്? ആക്റ്റീവ് ഡിസീസ് ഉണ്ട്. വേറാസ് സിസ്റ്റ് ഫോമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം പേഷ്യൻറ്റ് ഇസ് ജസ്റ്റ് എ കാരിയർ. ഓക്കെ, അയാളൊരു കാരിയർ മാത്രമാണ്. ഓക്കെ ഫൈൻ. സോ ഇനി നിങ്ങൾ ട്രോഫോസോയിഡ് എങ്ങനെയാണ്, എൻ്റെ സിസ്റ്റ് കാണാൻ എങ്ങനെയാണെന്ന് മിസ് കാണിച്ചു തരാം. ഓക്കെ, നൗ വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്, 1 minute. സോ ട്രോഫോസോയിഡ് ഫോമും സിസ്റ്റ് ഫോം ഓഫ് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പിക്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരയ്ക്കണം കേട്ടോ. ഇത് പറഞ്ഞുതരാം. ഇത് ഏത് ഫോമാടാ? വെരി ഗുഡ്, ദിസ് ഇസ് എ ട്രോഫോസോയിഡ് ഫോം. ഓക്കെ, ട്രോഫോസോയിഡ് ഫോമിൽ വാട്ട് ഓൾ യു സീ? ഫസ്റ്റ് തിങ്, ഓക്കെ ഇങ്ങനെ കണ്ടോ, ഒരു പോയിൻറ്റഡ് പാർട്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് പോയിൻറ്റഡ് സ്യൂഡോപോഡിയ. എന്താടാ? പോയിൻറ്റഡ്, വെരി ഗുഡ്, സ്യൂഡോപോഡിയ. ഓക്കെ, നൗ വാട്ട് ഡു യു സീ നെക്സ്റ്റ്? ട്രോഫോസോയിഡ് ഫോമിൽ നിങ്ങൾ വേറെ എന്താ കാണാം? ഓക്കെ, ക്യാൻ യു സീ ദിസ് ന്യൂക്ലിയസ് ഹിയർ ഗൈസ്? ലുക്ക് ഹിയർ 1 second. ഇത് കണ്ടോ, ഇതാണ് ന്യൂക്ലിയസ്. ഓക്കെ, സോ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? എത്ര ഉണ്ട്? 1 അല്ലേ? നിങ്ങൾക്ക് ഒരു ന്യൂക്ലിയസ് അല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, നോ ന്യൂക്ലിയസിൻ്റെ അകത്തൊരു ഡോട്ട് കണ്ടോ? അതിനെ പറയുന്ന പേരാണ് കാരിയോസോം. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിനകത്ത് ഒരു സെൻട്രൽ കാരിയോസോം ഉണ്ട്. ഓക്കെ, സോ ന്യൂക്ലിയസിനകത്തൊരു ഡോട്ട് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാരിയോസോം. അപ്പോൾ ന്യൂക്ലിയസിനകത്തൊരു സെൻട്രൽ കാരിയോസോം ഉണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ ന്യൂക്ലിയസിനെ ഒന്ന് ശരിക്കും നോക്കിക്കേ. നമ്മുടെ മണിച്ചിത്രത്താഴിലെ ഡയലോഗ് പോലെ അല്ലേടാ സംസാരിക്കുമ്പോൾ. യുനോ മിസ് സ്റ്റാമേഴ്സ് ബിക്കോസ് ഐ ജസ്റ്റ് ഹാഡ് എ ടൂത്ത് എക്സ്ട്രാക്ഷൻ റീസെൻ്റ്ലി, അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ലുക്ക് അറ്റ് ദിസ് ന്യൂക്ലിയസ്. ഓക്കെ, ഇറ്റ് ലുക്സ് ലൈക്ക് എ വീൽ. എന്താണ്? ഇറ്റ് ലുക്സ് ലൈക്ക് എ വീൽ. അപ്പം ദിസ് ന്യൂക്ലിയസ്, ഓക്കെ, ഇറ്റ് ഹാസ് എ കാർട്ട് വീൽ അപ്പിയറൻസ്. വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഹാസ് എ കാർട്ട് വീൽ അപ്പിയറൻസ് അല്ലെങ്കിൽ കാർട്ട് വീൽ ന്യൂക്ലിയസ് എന്ന് പറയാം. ഓക്കെ, സോ ഈ പോയിൻറ്റ്സ് ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. എൻഡമീബ ഹിസ്റ്റോലിറ്റിക്കയുടെ ട്രോഫോസോയിഡ് ഫോം. ഓക്കെ, ഇതാണ് ട്രോഫോസോയിഡ് ഫോം. ഇതൊരു പോയിൻറ്റഡ് ആണ് ഒരു സൈഡിൽ. അപ്പോൾ ആ പോയിൻറ്റഡ് ഏരിയനെ പറയുന്നത് എന്താണ്? പോയിൻറ്റഡ് സ്യൂഡോപോഡിയ. ഓക്കെ, ഇത് നിങ്ങൾ ഈ കാണുന്നതാണ് ന്യൂക്ലിയസ്. ഒരൊറ്റ ന്യൂക്ലിയസേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒരു പോയിൻ്റ് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് കാരിയോസോം. ഓക്കെ ഫൈൻ. നൗ ദിസ് ന്യൂക്ലിയസിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ട് കോൾഡ് ആസ് കാർട്ട് വീൽ അപ്പിയറൻസ്. ഒരു കാർട്ട് വീൽ പോലെയാണ് അതിൻ്റെ അപ്പിയറൻസ്. ഓക്കെ, സോ ട്രോഫോസോയിഡിനെ പറ്റി ഇത്രയേ ഉള്ളൂ. ദ നെക്സ്റ്റ് വൺ, ഓക്കെ, വാട്ട് ഇസ് ദിസ്? ഇതെന്ത് ഫോമാണ്?
Very good. Okay, this is a cyst form. Okay, so this what you see here is a cyst form of Entamoeba histolytica. Cyst form inathu etra nucleus undada? I told you quadrinucleated cyst aanu. Appam basically 1 to 4 nucleus ninge കാണാൻ പറ്റും. Okay, see here, one second guys. Okay, 1 2 3 4, so ഏകദേശം 4 ന്യൂക്ലിയസ് വരെ ഇതിന് ഉണ്ടാവാം. ഓക്കെ, നൗ ഈ ബ്ലാക്ക് സാധനം കണ്ടോ, അതിനെ പറയുന്ന പേരാണ് ക്രോമറ്റോയിഡ് ബോഡി. ഓക്കെ, സോ സിസ്റ്റിനകത്ത് വാട്ട് യു സി ഒരു സ്ട്രക്ചർ ഉണ്ട് which is called as chromatoid body. Okay, that is enough. Now one point I want to tell you about trophozoite. Okay, trophozoite, ഈ trophozoite form ഉണ്ടല്ലോടാ, നമ്മുടെ ബോഡിയിൽ വാട്ട് ഇറ്റ് ഡസ്, ഇത് നമ്മുടെ ബോഡിയിൽ ഇൻഫെക്റ്റ് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ നിന്ന് RBCനെ ഇതങ്ങ് വിഴുങ്ങും. ഓക്കെ, നമ്മുടെ ബോഡിയിലുള്ള RBCനെ ട്രോഫോസൈറ്റ് എന്ത് ചെയ്യും, വിഴുങ്ങും. ഓക്കെ, സോ നിങ്ങൾ ഈ ബ്ലാക്ക് കളർ കാണുന്നു, ഓക്കെ, ഇതാണ് RBCs കേട്ടോ, നമ്മുടെ ബോഡിയിലുള്ള RBCs ആണത്. അപ്പോൾ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ്, എന്ന് വെച്ചാൽ RBCനെ അതങ്ങ് എൻഗൾഫ് ചെയ്യാണ് ഈ ട്രോഫോസോയിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് എറിത്രോ എന്ന് വെച്ചാൽ RBC. ഓക്കെ, ഫാഗോസൈറ്റോസിസ്, ഫാഗോസൈറ്റോസിസ്. ഓക്കെ, ഇത് മറക്കരുത് കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈൻ. ഓക്കെ, നൗ വൺ ക്വസ്റ്റ്യൻ ടു യു ഗൈസ്. ഓക്കെ, എടാ ക്രോമറ്റോയിഡ് ബോഡീസാ ഇത് നമ്മുടെ സിസ്റ്റ് ഫോമിലേക്ക് പിന്നെ വരികയാണ്. ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്രോമറ്റോയിഡ് ബോഡി ഇല്ലേ, ഓക്കെ, അതിൻ്റെ കോമ്പോസിഷൻ എന്താണ്? വാട്ട് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് ക്രോമറ്റോയിഡ് ബോഡി? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഈസ് RNP. എന്താണ് ഈ RNP? വിച്ച് ഈസ് റൈബോ ന്യൂക്ലിയോ, വെരി ഗുഡ്, ന്യൂക്ലിയോ പ്രോട്ടീൻ. ഓക്കെ, ഇത് മറക്കല്ലേടാ. സോ സിസ്റ്റ് ഫോമിന് എന്തുണ്ട്? ക്രോമറ്റോയിഡ് ബോഡി ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഈ ബ്ലാക്ക് സാധനം, അതിൻ്റെ കോമ്പോസിഷൻ എന്താണെന്ന് ചോദിക്കാം, വൈവേയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ. ഓക്കെ, റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ. ഓക്കെ, ലുക്ക് ഹിയർ ഗൈസ്, ഇതാണ് ട്രോഫോസോയിഡ് ഫോം ഓഫ് Entamoeba histolytica. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട പിക്ചർ പോലെ തന്നെ ഇല്ലേടാ. ഓക്കെ, നൗ യു വിൽ ടെൽ മീ വാട്ട് ഇസ് ഇറ്റ്. ഇതെന്താണ് ഈ സാധനങ്ങൾ ബ്ലാക്ക് കളറിലിരിക്കുന്നത്? ദീസ് ആർ എൻഗൾഫ്ഡ് RBCs കേട്ടോ. ഈ ബ്ലാക്ക് കളർ ഡോട്ട്സ് കണ്ടോ, അതാണ് എൻഗൾഫ്ഡ് RBCs. ഓക്കെ, ആൻഡ് ഇതൊരു വീല് പോലെ ഒരു സ്ട്രക്ചർ കണ്ടോ ദാ ഇവിടെ, അതാണ് അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ അപ്പിയറൻസ് എന്താണ്? കാർട്ട് വീൽ അപ്പിയറൻസ് അല്ലേ. ആൻഡ് യു ക്യാൻ സി എ സെൻട്രൽ കാരിയോസോം. ക്ലിയർ? ഓക്കെ, ഇത് നിങ്ങളുടെ സ്പോട്ടേഴ്സ് ആണ്. ദിസ് ഈസ് വൺ ഓഫ് യുവർ സ്പോട്ടേഴ്സ്. ഓക്കെ ഗൈസ്, ലുക്ക് ഹിയർ. നൗ ഫൈനലി ഇപ്പോൾ നമ്മൾ സ്റ്റൂൾ സാമ്പിൾ എടുത്തു. ഓക്കെ, നമ്മൾ ഡയഗ്നോസിസ് എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ അതിനെ കൾച്ചർ ചെയ്യണം, സ്റ്റൂൾ കൾച്ചറും ചെയ്യണം വേണ്ടേ? ഓക്കെ, സോ കൾച്ചർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ മീഡിയാസ് ഉപയോഗിക്കും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ 3 പഠിക്കണം. ഓക്കെ, ഒന്ന് നെൽസൺസ് മീഡിയ, മറ്റേത് ബാലമത്ത് മീഡിയ, മൂന്നാമത് ഡയമണ്ട് മീഡിയ. ഓക്കെ, ഈസി നെയിംസ് അല്ലേ. ഓക്കെ, ജസ്റ്റ് റൈറ്റ് സ്റ്റൂൾ കൾച്ചർ. നിങ്ങളുടെ SAIT ക്വസ്റ്റ്യൻസ് വന്നാൽ യു ക്യാൻ റൈറ്റ് നമ്മൾ സ്റ്റൂൾ സാമ്പിൾ എടുക്കണം. ഓക്കെ, ആൻഡ് യു ക്യാൻ ഡു എ സ്റ്റൂൾ കൾച്ചർ. ഓക്കെ, കൾച്ചർ ഏത് മീഡിയത്തിലാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ 3 മീഡിയസിൻ്റെ പേരെഴുതുക: നെൽസൺസ് മീഡിയ, ബാലമത്ത് മീഡിയ, ഡയമണ്ട് മീഡിയ. ഓക്കെ, ആൻഡ് ഫൈനലി വാട്ട് ഈസ് എ ട്രീറ്റ്മെൻറ്റ് ഓഫ് Entamoeba histolytica? നമ്മൾ മെട്രോനിഡസോൾ എന്ന് പറഞ്ഞൊരു ഡ്രഗ് കൊടുക്കാം കേട്ടോ. 10 ദിവസത്തേക്ക് വി ക്യാൻ ഗിവ് മെട്രോനിഡസോൾ. സോ ഗൈസ്, ദാറ്റ് മാർക്സ് ദി എൻഡ് ഓഫ് Entamoeba histolytica. ഓക്കെ, നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് I'll see you in my next class. Stay blessed, stay happy and stay healthy. Okay, bye-bye.